കർത്താവും മാത്രം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നതല്ല. എല്ലാ നേരവും അല്ലാതെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കയറുമ്പോൾ ഞാൻ വരുന്നില്ല, നീ മാത്രം പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മളെ മാറി നിൽക്കുന്നവരല്ല പരിശുദ്ധ. പാപം ചെയ്യാൻ മാത്രം മുൻകൂടെ വരക്കുന്ന എല്ലാ സാഹചര്യത്തിലും അത് മുമ്പോട്ട് കൂടി. അതുകൊണ്ട് കർത്താവില്ലാത്ത പാപത്തിൻ്റെ വഴികളിൽ നമുക്ക് വേണ്ട. കേട്ടവരാണ് നിമിഷം വരെയും ഇഹലോക ജീവിതം തള്ളി ആളുകളെ പതി നിർത്തി ആളുകളെ ചുമലിൽ വഹിച്ച് നടത്തുന്ന നല്ല ഇടയം നമ്മോട് കൂടെ കർത്താവ് നമുക്ക് നന്ദി. നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ ഓർക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഈ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ ഹല്ലേലൂയ വിളിച്ച് പാടുക. ഹല്ലേലൂയ ഈ സ്ഥലത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കുടുംബജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു ജീസസ്. ഓരോരുത്തരിലും ഹല്ലേലൂയ സ്നേഹം ഹല്ലേലൂയ ഒഴുകിപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ശ്രീവാദിച്ച നാട് ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് കൊണ്ടുവന്നെങ്കിൽ അവർക്ക് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ അവിടുന്ന് പ്രവർത്തിക്കണം, അവിടുന്ന് പ്രവർത്തിക്കണം. മടങ്ങുകൊണ്ടത്തോളം എൻ്റെ ദൈവം ചെയ്യണം. ഇല്ലാത്ത ബന്ധം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാതെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നത്. താങ്ക് യു ജീസസ്. നന്ദി കർത്താവെ. എല്ലാത്തിനുമായി ഞങ്ങളെ നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ചെയ്ത വേദികളെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് എല്ലാം ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവിടുത്തെ ഞങ്ങൾക്ക് മടി വരത്തില്ല. അത്രത്തോളം കർത്താവെ അവിടുന്ന് ഞങ്ങളെ നടത്തി, ഇവിടുന്ന് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്.
നന്ദി കർത്താവേ. നന്ദിയുടെ പലരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ കർത്താവെ ഞങ്ങളെ ഹല്ലേലൂയ വേദനിപ്പിക്കുന്ന അവസരങ്ങളിലൊക്കെ ഒഴിഞ്ഞു മാറി ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഹല്ലേലൂയ അവിടുത്തെ മരണത്തിലായിരിക്കാൻ കർത്താവെ അവിടെ നിങ്ങൾ കൃപ ചെയ്യണം. ഹല്ലേലൂയ ഒഴിഞ്ഞുണ്ടാക്കുന്നത് ഹല്ലേലൂയ എന്നിട്ടായിട്ട് ഞങ്ങൾ വേല ചെയ്യുവാൻ ഞങ്ങളെ വേലപ്പെടുത്തും ശക്തിപ്പെടുത്തും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വേലപ്പെടുത്തുന്ന ദൈവം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നപ്പെട്ട അവിടെ ഹല്ലേലൂയ മനസ്സിന് ശരീരവും വേലപ്പെടുത്താൻ കർത്താവെ അവിടുന്ന് നിങ്ങൾക്കാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. മരിച്ചു ഹല്ലേലൂയ സ്തോത്രം അവിടെ നിങ്ങളെ പറയുന്നത് ശക്തി ഓ ഹല്ലേലൂയ ദർശനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ ഒരുക്കണമേ. അവിടുന്ന് പ്രണയത്തെ അവിടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം കർത്താവെ അവിടെ നിന്ന് നൽകണം. ഹല്ലേലൂയ സ്തോത്രം ചെയ്തെന്ന് സൂക്ഷിക്കാൻ തക്കവണ്ണം അവിടെ നിന്ന് കൃപ ചെയ്യണം. അവിടുത്തെ ഹല്ലേലൂയ സ്തോത്ര അനുഭവങ്ങൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തെ മാറ്റട്ടെ. ഹല്ലേലൂയ സൂക്ഷ്മതലം വരുത്തട്ടെ. ഹല്ലേലൂയ മതയാത്രകളിലൊക്കെയും കർത്താവെ അവിടെ നിന്ന് കൂടുന്നു. എല്ലാ നല്ല ധാന്യങ്ങൾക്കുമാണ് പറഞ്ഞാൽ എല്ലാ നല്ല ധാന്യങ്ങൾക്കുമാണ് അവിടുത്തെ കരുതലുകൾക്കായി നന്ദി. ദൈവത്തെ അവരുടെ മനസ്സിൽ പ്രാർത്ഥിച്ചു സകല മാസത്തോട് ഞങ്ങൾ അവിടേക്ക് മാത്രമേ ദേശീയ ദൈവത്തിൽ കൃപയാൽ ഈ പ്രത്യേക സമയത്ത് കർത്താവെ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായ ദൈവിക സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ മാൻഡേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ ജീവനുള്ള ദൈവമക്കളായി നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. കേൾക്കത്തില്ല ശ്രീ ശബ്ദം ഉയർത്താൻ നിർവാഹവും വേണ്ടി പറഞ്ഞു. കേൾക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് നീങ്ങിയിരിക്കാം. നമുക്ക് ആർക്കെങ്കിലും കേൾക്കുന്നെങ്കിൽ മുന്നോട്ട്. രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ തിരുസ്ഥാനത്തിനുണ്ട്. ആത്മാവാകുന്ന ദൈവം ഒരു ദൈവത്തെ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് കടന്നു വന്ന് വസിക്കുന്നു. നമ്മുടെ ബുദ്ധിയിലല്ല ശരീരത്തിലല്ല കർത്താവ് വരുന്നത്. ദൈവം ആത്മാവാണ്. നമുക്കും ആത്മാവുണ്ട്. നമ്മുടെ ഉള്ളിൽ കർത്താവ് കടന്നു വരുന്നു. അതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. ഒരു ശിശു ജനിക്കുന്ന പോലെ കിടന്ന് വിജയത്താലല്ല കിടാത്ത വിജയം. അതാണ് വീണ്ടും ജനനത്തിൻ്റെ എക്സ്പീരിയൻസ്. ആ ജനിച്ചതായ ആ ഈ അനുഭവത്തെ ഒരു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ അമ്മ വളർത്തുന്നത് പോലെ വളർത്തേണ്ടത് സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ ഉത്തരവാദിത്വമല്ല, യൂത്ത് ലീഡറിൻ്റെ ഉത്തരവാദിത്വമല്ല, പ്രവാചകൻ്റെ പാസ്റ്ററുടെ ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമല്ല. മറ്റൊരാൾ ഭാര്യ വളർത്തിത്തരത്തില്ല, ഭർത്താവ് വളർത്തത്തില്ല, നമ്മൾ ഓരോരുത്തരാണ് വളർത്തേണ്ടത്. പക്ഷെ അതേസമയത്ത് ലോകത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് തണുപ്പിക്കുന്നതാണ്, തകർക്കുന്നതാണ്. അതുകൊണ്ട് ഏറിയ വിവേചനത്തോടെ നമ്മൾ മുന്നേറേണ്ട ഒരു ദുർഘടമായ കാലഘട്ടമാണിത്. അപ്പച്ചന്മാരോട് ചോദിച്ചാൽ അറിയാം, അമ്മച്ചന്മാരോട് ചോദിച്ചാൽ അറിയാം. അവരുടെ ചെറുപ്പത്തിലൊക്കെ കേട്ട് കേൾവിയില്ലാത്തതായ കാര്യങ്ങളാണ് ഇന്ന് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയം എന്നാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെ ഒരു സീസണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറെ വിവേചനം നമുക്ക് ആവശ്യം. ഈ കത്തോലിക്ക പള്ളിയിൽ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ആദ്യ നൂറ്റാണ്ടിൽ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ വരികയും ആദ്യ നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ സഭയെ അതിരൂക്ഷമായി ശക്തമായി പേഴ്സിക്യൂട്ട് ചെയ്യുകയും പീഡയിലേക്ക് നടത്തുകയും ചെയ്ത ഒരു ശക്തിയായിരുന്നു അർത്തിമിസ്. അർത്തിമിസ് എന്നത് പറയുന്നത് ഗാഡസസ് ഓഫ് ഡയാന എന്ന് പറയുന്ന ഒരു അന്ധകാര ശക്തി എഫെസോസിലുണ്ടായിരുന്നു. ആ അന്ധകാര ശക്തി അപ്പോസ്തലന്മാരെ അതിശക്തമായി പീഡിപ്പിക്കുകയുണ്ടായി. പൗലോസിലൂടെ ദൈവം വീര്യപ്രവൃത്തികൾ അത്ഭുതങ്ങളും എഫെസോസിലെ കൊരിന്തിലെ മറ്റു പട്ടണങ്ങളൊക്കെ ചെയ്യുമ്പോൾ അർത്തിമീസ് അതിശക്തമായി അവിടെ പ്രവർത്തിക്കുകയും അർത്തിമീസ് ദേവിയുടെ ക്ഷേത്രത്തെ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ അടയ്ക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ അന്ന് ആദിമസഭയെ ഉപദ്രവിച്ചതായ അർത്തിമീസ് ഇന്ന് സഭയ്ക്കകത്ത് വന്നു. എങ്ങനെയാണെന്ന് സഭയ്ക്കകത്ത് വന്നത്? 4-ാം നൂറ്റാണ്ടിൽ വിവേചനങ്ങൾ നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ അന്നത്തെ പോപ്പ് എഫെസോസിൽ കടന്നു വന്നപ്പോൾ ഈ രൂപം
താൻ കിടന്നുറങ്ങിയതായ റൂമിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ അമ്മ മറിയയാണ്, എന്നെ ചർച്ചിനുള്ളിലേക്ക് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചതും ചർച്ചിൽ നിന്ന് പുറത്ത് നിർത്തുകയും ചെയ്യേണ്ടതായ ആ ശക്തി ചർച്ചിനകത്തേക്ക് കടന്നു വന്ന് ചർച്ചിനകത്തുനിന്ന് യേശുവിൻ്റെ അമ്മ മറിയ ആയി വാഴുകയും ചെയ്യുന്നു. സോ അർത്തിമിസ് ദേവി അതൊരു ഗ്രീക്ക് ദൈവമാണ്. അതാണ് ഇന്ന് കത്തോലിക്ക വാഴിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ യേശുവിൻ്റെ അമ്മ മറിയം എന്ന രൂപം. സോ ഈ രൂപം ക്രിസ്ത്യാനിത്വത്തെയും ദൈവമക്കളെ തകർക്കുന്നതാണെങ്കിൽ ഇപ്പം നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതായ മറ്റു സ്പോട്ടുകളിൽ ഉള്ളതായ മറിയം ഉപദ്രവിക്കുന്നതല്ല, തകർക്കുന്നതല്ല, യേശു കുഞ്ഞിനെ വളർത്തിയ ഒരു മറിയമായിരുന്നു. നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൂട്ടർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന് അർത്തിമിസ് എന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തകർക്കുന്നവരാകാം, ഇല്ല എങ്കിൽ എന്ത് വില കൊടുത്തും അതിനെ വളർത്തുന്നവരാകാം. ഏകദേശം 1600ഓളം കിലോമീറ്ററാണ്, കേൾക്കണം ഞാൻ ആവർത്തിക്കുന്നു, 1600 കിലോമീറ്ററാണ് യേശു കുഞ്ഞിനെയും കൊണ്ട് മറിയയും ജോസഫും ഇവിടേക്ക് കടന്നു വന്നത്. അപ്പം മറിയയ്ക്കും ജോസഫിനെ വളരെ നന്നായിട്ടറിയാം, തങ്ങളുടെ കയ്യിലിരിക്കുന്ന ശിശു മണ്ണിൽ നിന്നുള്ള ശിശുവല്ല, വിണ്ണിൽ നിന്നുള്ള ശിശുവാണ്. ഞാൻ ആവർത്തിക്കുന്നു, ആ ദൈവമക്കൾക്ക് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണല്ലോ മറിയ പറഞ്ഞത്. ആ കർത്താവിൻ്റെ ദാസിക്ക് ആ യോസഫിന് അറിയാം ഈ കുഞ്ഞ് മണ്ണിൽ നിന്നുള്ളതല്ല, ഈ കുഞ്ഞ് വിണ്ണിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് അറ്റ് എനി കോസ്റ്റ് എന്ത് വന്നാലും ഈ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കത്തില്ല എന്ന് അവർ തീരുമാനിച്ചു. എന്ത് വന്നാലും ഈ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കത്തില്ല. 1600 കിലോമീറ്റർ അവർ യാത്ര ചെയ്യുമ്പോൾ അന്ന് ഹെരോദാവ് ബത്ലഹേം യെരുശലേം ഉൾപ്പെട്ട സ്ഥലങ്ങൾ വാഴുകയാണ്. എത്രയോ ചെക്ക് പോയിൻ്റ് ഉണ്ടായിരിക്കാം, എത്രയോ ഭടന്മാർ ചെക്ക് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. വരുന്ന വഴിയിൽ ഇതുപോലെ കാറും എയർ കണ്ടീഷൻ ബസ്സൊന്നുമില്ല, കഴുതപ്പുറത്തായിരിക്കും യാത്ര. വളരെ കഷ്ടപ്പെട്ട് 1600 കിലോമീറ്റേഴ്സ്, ഇന്ന് 16 മണിക്കൂറാണ് എടുക്കുന്നത്, അന്ന് ആഴ്ചകൾ എടുത്ത് കാണും. ഈ മിസ്രൈമിലേക്ക് വന്ന് ഈ ഈജിപ്തിൽ വന്ന് അവർ താമസിച്ചു. സോ ഈ ചെറിയ പ്രബോധനത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾക്ക് പറയുന്നെങ്കിൽ ഇങ്ങനെ പറയും, എൻ്റെ ഉള്ളിലുള്ളതിനെ ഞാൻ കൊല്ലാൻ കൊടുക്കട്ടെ. സോ ഈ തങ്ങളുടെ കയ്യിലിരിക്കുന്ന യേശുവിനെ കൊല്ലാൻ കൊടുക്കട്ടെ. മറിയ നേരത്തെ എങ്ങനെയായിരുന്നല്ലോ എലിസബത്തിനെ കാണാൻ വന്നത്, എൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിനെ ഞാൻ കൊല്ലാൻ കൊടുക്കത്തില്ല, ഞാൻ എലിസബത്തിനെ കാണാൻ വരും. സോ മറിയയ്ക്ക് ഉള്ള പ്രത്യേകത, തങ്ങളുടെ ഗർഭത്തിൽ കിടന്ന ശിശു ഗർഭത്തിലായിരുന്നപ്പോഴും പുറത്തു വന്നപ്പോഴും അവളെ നശിപ്പിച്ചില്ല, വേണ്ടെന്ന് വെച്ചില്ല, അതിനെ വളർത്തിക്കൊണ്ടാകും, അതിനെ നഷ്ടപ്പെടുത്തിയില്ല, അതിനെ കൊണ്ട് ഓടിയിട്ട് അതിനെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഓക്കെ, അത് ഒരു വശത്തെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആ ലെവലിൽ വെച്ച് പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ദൈവം പകർന്നിരിക്കുന്ന ഒരു പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. മറിയയുടെ കയ്യിലിരുന്ന ശിശുവിനെ പോലെ നിങ്ങളുടെ ഉള്ളിൽ യു ക്യാരി ഗോഡ്സ് അനോയിന്റിംഗ്, ദൈവത്തിൻ്റെ അഭിഷേകത്തെ നിങ്ങൾ ചുമക്കുകയാണ്. ചിലർ പ്രാർത്ഥന അനുഭവത്തെ ചുമക്കുകയാണ്, ചിലർ വിവേചനത്തെ ചുമക്കുകയാണ്, ചിലർ പ്രവചനത്തെ ചുമക്കുകയാണ്, ചിലർ ദൈവവചന പറവാനുള്ള കഴിവിനെ ചുമക്കുകയാണ്, ചിലർ ടീച്ചിങ്ങിനെയോ ചുമക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശിശുവായി ദൈവം തന്നിരിക്കുന്നതിനെ ഈ കൺക്ലൂഷൻ ടൈമിൽ ഞാൻ പറയട്ടെ, ലോകത്തിന് കൊല്ലാൻ കൊടുക്കുക. ലോകത്തിന് കൊല്ലാൻ കൊടുക്കുക. ഒരു ബോയ് ഫ്രണ്ട്, കുഞ്ഞുങ്ങളെന്ത് ചെയ്യും, ഒരു ബോയ് ഫ്രണ്ട് അതിനെ കൊല്ലരുത്. പിള്ളേർ വന്നില്ലേ, വന്നോ, എന്ത് മുത്തിയാളെന്ത് ചെയ്യും? ഓക്കെ, ഒരു ബോയ് ഫ്രണ്ടോ ഒരു ഗേൾ ഫ്രണ്ടോ അത് കൊല്ലരുത്. ഒരു അൺവാണ്ടഡ് റിലേഷൻസ് അതിനെ കൊല്ലരുത്, ഒരു പാപം അതിനെ കൊല്ലരുത്. സോ ഈ പോയിന്റിൽ മറിയയും ജോസഫും കടന്നു വന്നത് ആ യേശുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സോ ഈ കൺക്ലൂഷൻ ഞാൻ പറയുന്നു, ഗോഡ്സ് ഗ്രേസ് നിങ്ങൾ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏത് സാഹചര്യത്തിലും നിങ്ങൾ പകർന്നിരിക്കുന്നത്, എൻ്റെ ജീവൻ പോയതിനെ സാരമില്ല, എൻ്റെ ഉള്ളിലുള്ളതായ യേശുവിനെ ഞാൻ കൊല്ലാൻ കൊടുക്കുന്നു. ജീവൻ പോയാൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം, നല്ല കർത്താവിൻ്റെ ശരീരത്തിൽ പോയി, പക്ഷേ അതിനെ കൊല്ലാൻ കൊടുക്കില്ല. നോക്കിയത് ഇന്നലെ വാട്സപ്പിൽ എനിക്കൊരു പിക്ചർ, ഡാലസിലുള്ള റിപ്പാസ്റ്റർ നടത്തുന്നതായ ഒരു ശുശ്രൂഷയുണ്ട്, പെർസിക്യൂഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ
ലീഡറാണ് അദ്ദേഹം. എൻ്റെ കൂടൊപ്പം 2011 അദ്ദേഹം ഹോളി ലാൻഡ് വന്നിട്ടുണ്ട് പാസ്റ്റർ ഷീബു. ഓരോ ദിവസം ഇന്ത്യയുടെ നാനാഭാഗത്ത് നടക്കുന്നതായ ക്രൈസ്തവ സഭയുടെ പേഴ്സിക്യൂഷൻ്റെ ന്യൂസ് അദ്ദേഹം അയക്കാറുണ്ട്. ഇന്നലെ എനിക്ക് കിട്ടിയ പിക്ചറാണിത്. നോർത്ത് ഇന്ത്യയിൽ പാസ്റ്റർ ഡേവിഡ് ഷൂട്ട് ദാറ്റ് ഫോർ ഹിസ് ഫെയ്ത്ത് ഇൻ ജീസസ്. മെനിഞ്ഞോന്നോ മറ്റോ നടന്നതാണ്. പാസ്റ്റർ ഡേവിഡ് എന്ന് പറയുന്ന ദേവദാസൻ വെടിയേറ്റ് മരിക്കുകയുണ്ടാകും. ഈ മനുഷ്യൻ മരിച്ചത് പണത്തിനല്ല, ഈ മനുഷ്യൻ മരിച്ചത് പദവിക്കല്ല, ഈ മനുഷ്യൻ മരിച്ചത് കർത്താവിൻ്റെ തേജസ്സിൻ്റെ ഗോസ്പൽ തേജസ്സിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും, എൻ്റെ ജീവൻ പോയാൽ എൻ്റെ ഉള്ളിലുള്ള യേശുവിനെ ഞാൻ കളയത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ചാലഞ്ചസ് ആയിരിക്കട്ടെ. പഴയ ഫ്രണ്ട്സ്, പഴയ ലൈഫ് സ്റ്റൈൽ, പഴയ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവൻ പോകുന്നെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഉള്ളിലുള്ളതായ യേശുവിൻ്റെ തിരുസാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. അതിനെ വളർത്തണം. അതിനെ വളർത്തുവാൻ കൂട്ടായ്മ ആവശ്യം. അതിനെ വളർത്താൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. അതിനെ വളർത്താൻ ദൈവവചനം കൊടുക്കണം. അതിനെ വളർത്താൻ ദൈവമുള്ളതായ കർത്താവുള്ള ദൈവമക്കളുമായിട്ട് സംസാരിക്കണം. എന്നാൽ